നോക്ക് അറ്റ് ദ ക്യാബിൻ ഒരു ഇൻസൈൻ ആൻഡ് ഒരു ബ്രില്യൻ്റ്ലി മെയ്ഡ് മൂവി ബൈ മനോജ് നായക് ശ്യാമളൻ. അദ്ദേഹത്തിൻ്റെ ഹാർഡ് കോർ ഫാൻ, അതുകൊണ്ട് ചിലപ്പോൾ ബയസ്ഡ് ആയിരിക്കാം. പക്ഷെ എന്നാലും മൂവി വാസ് റിയലി ഗുഡ്. ഒരു ഡൂംസ്ഡേ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നു. ഒരു ഹാർഡ് കോർ മെസ്സേജും കൂടെ പോയിട്ടുണ്ട്. ഒരു ഹ്യൂമാനിറ്റിയെ ബേസ് ചെയ്തിട്ട് ഹ്യൂമാനിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രതിസന്ധിയിൽ ഏറ്റവും അവസാനത്തെ നിമിഷം വരെ ആകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഡെവലപ്പ് ചെയ്യും. അതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു മെസ്സേജ് ഈ സിനിമയിൽ കൂടെ പോകുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താ പറയണേ, അവസാനം വരെ പിടിച്ചിരുത്തും. ഒരു 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 എന്താ പറയുക, വളരെ സ്കാരി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞ പോലെ ഈ അപ്പോക്കലിപ്സ് നൗ എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സിനിമ. ആൻഡ് ഒരു മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ സ്വന്തം പൈതൃകം എന്ന് പറഞ്ഞ സിനിമ. അന്നത്തെ ഒരു സിനിമയിൽ വളരെ ഒരു മാസ്റ്റർ ക്ലാസ് മൂവിയായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും എനിക്ക് തോന്നുന്നു, മേ ബി ഐ മൈ ബി റോങ്, എവിടെയെങ്കിലും ആ സിനിമ മേ ബി മനോജ് നായക് ശ്യാമളനെ ചിലപ്പം എൻകറേജ് ചെയ്ത് കാണുമായിരിക്കും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ വേണ്ടി തന്നെ. എഗെയിൻ ഞാൻ ഈ സിനിമയുടെ ലാസ്റ്റിൽ ഇതേ വളരെ സട്ടലായിട്ടുള്ള സയൻസും ഇതൊക്കെ തരും ഓരോരോ മൂവിയിലായിട്ട്. അത് എല്ലാ മൂവീസിലുണ്ട്. സിക്സ് സെൻസ് ആയിരുന്നാലും, അൺബ്രേക്കബിൾ ആയിരുന്നാലും, വില്ലേജ് ആയിരുന്നാലും, സയൻസ് ആയിരുന്നാലും എല്ലാത്തിലും ഒരു ചെറിയൊരു ഹിൻറ്റ് തരും. ആ ഹിൻറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അപ്പം ഒരു അപേക്ഷയാണ്, ഞാൻ സിനിമയുടെ ലാസ്റ്റ് വരെ തന്നെ കാത്തിരിക്കണം. എന്നാലേ ഈ സിനിമയുടെ ഒരു വളരെ ഭയങ്കര നമ്മൾ ഈ മാർവലിൽ കാണുന്ന പോലത്തെ ഒരു വിഷ്വൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ലാസ്റ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഇതൊരു ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആണെന്നുള്ളൊരു കാര്യം. ഇതിൻ്റെ ഒരു സീക്വൽ എന്നല്ല പറയുന്നത്, പക്ഷെ ഈ സിനിമയുടെ മെസ്സേജ്, ഈ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആണെന്നുള്ള കാര്യം അറിയണമെങ്കിൽ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് നിൽക്കണം. പടം കൊള്ളാം, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴാണ് കുറച്ചുകൂടെ എന്താ പറയുക എൻഗേജിങ് ആയിട്ട് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ് ആണ് അല്ലെങ്കിലും പടം. അപ്പോൾ നമുക്ക് ആ പടത്തിലോട്ടത്തെ എന്താ പറയുക അങ്ങ് ഇറങ്ങാൻ ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, നല്ല മൂവിയാണ്. പക്ഷെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ആക്ച്വലി. എസ്പെഷ്യലി സെയിം സെക്സ് കൂടുതൽ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബട്ട് നല്ലൊരു മൂവിയാണ്, കാണേണ്ട ഒരു മൂവി തന്നെയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ആ മൂവിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ലാത്ത മൂവിയാണ്.